ഒരു 1000 രൂപ 1000 തരൂല്ലെന്ന് പറയുന്നത് ഞാൻ ഒരാളെ ചോദിച്ചു കൊടുക്കുന്നില്ല. ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്താണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സായാഹ്നം കിടു വൈബാണ് ഇവിടെ. അതായത് ഞാൻ എത്തിയതൊരു 5:30 ശേഷമാണ്. ഈ ടൈമിലൂടെ വരുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, വെരി സ്പെഷ്യൽ. കാരണം എന്ന് വെച്ചാൽ ശാന്തമായിട്ട് എന്തെങ്കിലും മറ്റ് വലിയ ബഹളമോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലൊരു കിടിലൻ സൺസെറ്റ് വ്യൂ കണ്ട് ആ ഒരു ലൈറ്റിങ്സിലൊക്കെ ഇവിടെ നിൽക്കുകയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വൈബാണ്. അത്യാവശ്യം കുറേയധികം ബോട്ടുകളൊക്കെ ഇങ്ങനെ കൊണ്ട് ഒതുക്കിയിട്ടുണ്ട്. പ്രത്യേകം പറയാനുള്ളത് ഇതേൻ്റെ മുഖാമുഖം നോക്കി നിൽക്കുന്ന ഈ ചർച്ചും അതോടൊപ്പം തന്നെ മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഈ മസ്ജിദുകളൊക്കെ തന്നെയാണ്. ഒരു പ്രത്യേക ഫീലാണ് ഇതൊക്കെ തന്നെ കാണുമ്പോൾ. പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള നമ്മുടെ വിഴിഞ്ഞം പോർട്ടും കാണാം. നിർഭാഗ്യവശാൽ നമ്മുടെ കപ്പൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ കപ്പൽ പുറപ്പെട്ടു. എന്നിരുന്നാലും അടുത്ത പ്രാവശ്യം കാണാം. എങ്കിൽ കൂടിയും ഇതൊക്കെയും കണ്ട് മുകളിലൂടെ ഇങ്ങനെ കണ്ടോ മിന്നിത്തെളിഞ്ഞു പോകുന്ന ഈ ഒരു വിമാനങ്ങളൊക്കെ നല്ലൊരു കിടിലൻ വ്യൂ അല്ലേ. തീരത്തടിയുന്ന ഈ ചെറു തിരകളിൽ നിന്ന് തന്നെ ചാഞ്ചാടുന്ന ഈ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തി പറക്കി ഇട്ടേക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഫീലാണല്ലേ. രാത്രി ഇതിൻ്റെ ലൈറ്റും കൂടെയൊക്കെ മിനിമം ഭയങ്കര രസമാണ്. ഇങ്ങനെ നിരത്തി പറക്കി ഇട്ടേക്കുമല്ലേ. നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ ഒരു ഉറവിടം തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം എന്നൊക്കെ പറയാം. ഇനി നിങ്ങളിനി കാണാൻ പോകുന്ന ഇവിടുത്തെ മീൻ ലേലം ചെയ്യുന്നതൊക്കെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നതൊക്കെ തന്നെ. കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് മാത്രമല്ല, നമുക്കും തീർച്ചയായിട്ടും നല്ല പ്രൈസിൽ നല്ല അടിപൊളി ഫ്രഷ് മീൻ മേടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണം. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും നമുക്ക് ലേലമൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീരത്തെത്തുന്ന ഈ മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ ലൈവായിട്ട് ഇത് മേടിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ക്രൈറ്റീരിയകളോ കാര്യങ്ങളോ അങ്ങനെ നിബന്ധനകളൊന്നുമില്ല. വിളിക്കുന്ന ആൾക്ക് ചെറിയൊരു ചെറിയ ഫീസ്, ഒരു 10-15 രൂപയുടെയാണ്, അത് മാത്രം കൊടുത്താൽ മതി. അത് ഒരു കുട്ടയ്ക്കോ അങ്ങനെയൊക്കെ പല പല റേറ്റുകളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചന്തയിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് മേടിക്കുന്ന മാതിരിയോ ആ സിസ്റ്റമൊന്നും അല്ല. ഇവിടെ കുട്ടയ്ക്കാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ആ ഒരു ട്രേ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അവർ പറയുന്ന രീതിക്ക് അനുസൃതമായിട്ട് ആണ് ലേലം ചെയ്യുക എന്ന് പറയുന്നത്. ചിലപ്പം പീസുകളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ കുട്ടകളൊക്കെ ആയിരിക്കാം. ഓൾമോസ്റ്റ് എല്ലാവരും ഗ്രൂപ്പ് ചേർന്നിട്ടാണ് വീതിച്ചെടുക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ ലേലം ചെയ്തെടുക്കുന്നത്. 550 കോടിയുണ്ടോ? 550 കോടിയുണ്ടോ? വേണ്ട തട്ടി 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 എഴുന്നൂറ് 850 850 900 950 1000 1000 പള്ളി പൈസ 1450 കൊണ്ടുവരി. ഈ കണ്ട ഇത്രയും കടവ ലേലം ചെയ്ത് പോയത് 1450 രൂപയ്ക്ക്. എന്താ അല്ലേ, നല്ല സെറ്റ് വലിയ കടവ. 1000 രൂപ 1000 5 മതി. വെള്ളച്ചൂര ഇരുന്ന് പാതണിക്കണേ. ഒരു 1000 രൂപ 1000 ഒരു 1000 രൂപ 1050 വലിയ
അധികം നേരം എന്തായാലും നമുക്കിവിടെ ചിലവഴിക്കാൻ സാധിക്കില്ല. ഇതൊക്കെയും ആൾക്കാർ ഇവിടെ ലേലം ചെയ്ത് മീൻ മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. സോ എന്നിരുന്നാലും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ.